ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. ഞാൻ ഈ നോവല് 2 രാത്രികൾ കൊണ്ടാണ് വായിച്ചു തീർത്തത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നോവൽ അല്ലെങ്കിൽ ഒരു കഥ എന്ന് പറയുന്നത് നമ്മളെ കരയിപ്പിക്കുമോ അല്ലെങ്കിൽ ഇമോഷണലി നമുക്ക് എത്രത്തോളം കണക്റ്റാവും എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ടാവും. നീ എന്തിനാണ് ബുക്സ് വായിച്ചിട്ട് ഇങ്ങനെ വിഷമിക്കുന്നത്, അതൊരു കഥയല്ലേ, വിട്ടേക്ക് എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചില കഥകൾ, ചില കഥാപാത്രങ്ങൾ അങ്ങനെയാണ്. അതിലെ ഓരോ കഥാപാത്രങ്ങളെ നമ്മൾ പരിചയപ്പെടുന്ന സമയത്തും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിട്ട് കണ്ട പല മുഖങ്ങളും നമുക്ക് ആ കഥാപാത്രങ്ങളിലൂടെ മിന്നി മറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു കഥയിലെ പ്രധാന കഥാപാത്രമായ അതിഥിയിൽ പോലും ചിലപ്പോൾ നമുക്ക് നമ്മളെ കാണാൻ സാധിക്കും. അതുകൊണ്ടായിരിക്കണം ഓരോ അധ്യായങ്ങൾ കഴിയുമ്പോഴും ചിലപ്പോൾ വായനക്കാരുടെ കണ്ണിൽ ചെറുതായിട്ട് കണ്ണുനീര് പൊടിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുതന്നെയാണ് ഈ നോവലിൻ്റെ വിജയവും. ഈ പുസ്തകത്തിൽ പറയുന്നതൊക്കെ സ്നേഹത്താൽ തടവിലാക്കപ്പെട്ട മനുഷ്യരെക്കുറിച്ചും സ്നേഹമെന്ന് തോന്നിക്കുന്ന ആ കൂട് പൊളിച്ചെടുക്കേണ്ടതിനെക്കുറിച്ചൊക്കെയാണ്. ചുറ്റുമുള്ള സ്നേഹത്തിൻ്റെ ശബ്ദങ്ങളെ മാത്രം തേടി നടന്ന് ഒടുവിൽ കണ്ണിലെ കെട്ടഴിക്കുമ്പോൾ ബാക്കിയാകുന്നത് കനത്തിരുട്ടും സ്വയം നഷ്ടപ്പെടുത്തിയ നമ്മളും മാത്രമാണെന്ന് നിങ്ങളെ ഈ നോവൽ ഓർമ്മപ്പെടുത്തുന്നു. ഒരേ ഒരു ജീവിതം മണ്ണോട് ചേരും മുമ്പ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കണം.